പുലർച്ചെ 1:44 ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സംയുക്ത സൈനികാക്രമണം. ലക്ഷ്യങ്ങളൊന്നും തെറ്റിയില്ല. ഭീകര കേന്ദ്രങ്ങൾ ചാരമായി. ഏറ്റവും നൂതനമായ ആയുധങ്ങൾ ഉപയോഗിച്ച് നാവികസേനയുടെ പിന്തുണയോടെ ഇന്ത്യൻ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്നുള്ള ആക്രമണം. കരനാവിക വ്യോമസേനകളുടെ കൂട്ടായ പ്രവർത്തനമാണ് ഈ സർജിക്കൽ സ്ട്രൈക്ക്. റാഫേൽ യുദ്ധവിമാനങ്ങളിൽ നിന്ന് കുതിച്ചുപാഞ്ഞത് സ്കാൽപ്പ് മിസൈലുകളും ഹാമർ ബോംബുകളും. സ്റ്റോ ഷാഡോ അഥവാ സ്കാൽപ്പ് എന്നത് വായുവിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ദീർഘദൂര മിസൈലുകളാണ്. പ്രദേശത്ത് ആഴത്തിൽ പതിച്ച് ഇവയ്ക്ക് നാശം വിതയ്ക്കാൻ കഴിയും. ഭാരം 1300 കിലോഗ്രാം. യൂറോപ്യൻ പ്രതിരോധ കമ്പനിയായ MBDA ആണ് സ്കാൽപ്പ് മിസൈൽ നിർമ്മിച്ചത്. മുൻകൂട്ടി നിശ്ചയിച്ച ആക്രമണങ്ങൾക്കാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 4000 മീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ സ്കാൽപ്പ് മിസൈലുകൾക്ക് ശേഷിയുണ്ട്. പോർ വിമാനങ്ങളിൽ നിന്ന് ഇവ തൊടുത്തുവിട്ടാൽ പിന്നീട് നിയന്ത്രിക്കാനോ ലക്ഷ്യം മാറ്റാനോ കഴിയില്ല. കമാൻഡ് സെന്ററുകൾ, എയർഫീൽഡുകൾ എന്നിവ തകർക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത്. 70 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ളവയാണ് ഹാമറുകൾ. എയർ ടു ഗ്രൗണ്ട് യുദ്ധോപകരണമായ ഹാമർ 125 കിലോഗ്രാം മുതൽ 1000 കിലോഗ്രാം വരെ ഭാരമുള്ള സാധാരണ ബോംബുകളിൽ ഘടിപ്പിക്കാവുന്ന ഒരു മോഡുലാർ കിറ്റാണ്. GPS, ഇൻഫ്രാറെഡ്, ലേസർ രശ്മികൾ എന്നിവ ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ കൂറ്റൻ ലക്ഷ്യങ്ങളെ വളരെ വേഗം ഭേദിക്കാൻ സാധിക്കും. റാഫേൽ വിമാനങ്ങളിൽ ഒരു സമയം 6 ഹാമറുകൾ വരെ വഹിക്കാനാകും. ഇനി റാഫേലിന്റെ പ്രത്യേകതകൾ നോക്കാം. 9.3 ടൺ ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷി. എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ വഹിക്കാം. ആണവ മിസൈലുകൾ കൊണ്ടുള്ള ആക്രമണത്തിനും ശേഷിയുണ്ട്. ശത്രുസേനയുടെ റഡാറുകൾ നിശ്ചലമാക്കാനുള്ള സംവിധാനവും ഇതിലുണ്ട്. ലഡാക്ക് പോലെ ഉയർന്ന മേഖലകളിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിനുള്ള എഞ്ചിൻ കരുത്താണ് മറ്റൊരു പ്രത്യേകത. ആക്രമിക്കുന്ന ശത്രു മിസൈലുകളെ വഴിതിരിച്ചുവിടാനും ഇവയ്ക്ക് ശേഷിയുണ്ട്. ഈ ആയുധങ്ങൾക്കൊപ്പം നമ്മുടെ സേനയുടെ പോരാട്ട വീര്യവും കൂടി ചേരുമ്പോൾ ഏത് കൊടിയ ഭീകരനും രക്ഷയില്ല. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.